ലീഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാട്ടർ ഗ്രോവിങ് പ്ലാന്റ്സ് ആണ്. നമുക്ക് വെള്ളത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന കുറച്ച് ചെടികളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ വീട്ടിൽ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. മണി പ്ലാന്റ്, ലക്കി ബാമ്പു തുടങ്ങിയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മൾ കൂടുതലും ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇൻഡോറിൽ വെക്കുന്നതിന് വേണ്ടി ചെറിയ ചെറിയ പാത്രങ്ങളിൽ, ചെറിയ ഗ്ലാസ് പാത്രങ്ങളിലൊക്കെ എങ്ങനെ നമുക്ക് ഈ ചെടികൾ വളർത്തിയെടുക്കാം, അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ചെടികളെ ഈ പാത്രങ്ങളിൽ ബാലൻസ് ചെയ്യാനും കാണാൻ കുറച്ച് ഭംഗിയുള്ളതാക്കാനും വേണ്ടിയാണ് നമ്മൾ ദഹിക്കുന്ന പെബിൾസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിലെ അഴുക്കുകൾ അടിഞ്ഞു പോകാൻ വേണ്ടിയാണ്, താഴത്ത് വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചെറിയ ജിപ്പ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം കാണിക്കുന്നത് ഒരു സിങ്കോണിയം നടുന്നതാണ്. ഇത് അത്യാവശ്യം വലിയൊരു ചെടിയായതുകൊണ്ട് തന്നെ അത് നടാൻ വേണ്ടി ഞാൻ അത്യാവശ്യം വലിയൊരു പാത്രമാണ് എടുക്കുന്നത്. ഇതിപ്പോൾ നമുക്കറിയാം, മണ്ണിൽ സിങ്കോണിയത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് വെള്ളത്തിനേക്കാളും കൂടുതലായിരിക്കും. ഇപ്പോൾ 2 ടൈപ്പ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിങ്കോണിയം വെള്ളത്തിൽ നട്ടു നോക്കാം. ഇതാണ് നമ്മൾ നടാൻ പോകുന്ന പ്ലാന്റ്. അതുപോലെ തന്നെ നടാനായിട്ട് യൂസ് ചെയ്യുന്ന ഗ്ലാസ് ഇതാണ്. കുറച്ച് വലിപ്പമുള്ള ഗ്ലാസ് ആണ്, കാരണം ചെടി കുറച്ച് വലുതായതുകൊണ്ടാണ്. ചെറിയ ചെടികളാണെങ്കിൽ നമുക്ക് ചെറിയ പാത്രങ്ങൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം നമ്മുടെ കുറച്ച് ഇതിടണം, സ്റ്റോണിൻ്റെ ചെറിയ ചിപ്സ് ഇടണം. കാരണം ഇതിലാണ് നമ്മൾ നമ്മുടെ പ്ലാന്റിനെ ബാലൻസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിലേക്ക് പ്ലാന്റ് വെക്കാം. എന്നിട്ട് കുറച്ചുകൂടി സ്റ്റോൺസ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് അതിൻ്റെ പുറത്തേക്ക് വലിയ കല്ലുകൾ ഇട്ട് കൊടുക്കാം. വലിയ കല്ലുകൾ ഇടുന്നത് ഈ പ്ലാന്റിനെ നമുക്ക് ഏത് ഷേപ്പിലാണ് നിർത്തേണ്ടത് അങ്ങനെ നിർത്താനും അതുപോലെ തന്നെ കാണാൻ കുറച്ച് ഭംഗിയുള്ളതാക്കാനും വേണ്ടിയാണ്. ആവശ്യത്തിന് കല്ലുകളൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നല്ല വെള്ളം ഒഴിക്കുക, ക്ലോറിനൊന്നും ഇല്ലാത്ത വെള്ളം ഒഴിക്കുക. കിണറ്റിലെ വെള്ളമാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അതുപോലെ തന്നെ വെള്ളം ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം മാറാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ആവട്ടം കൂടുതലുള്ള പാത്രമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് കൊതുക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് നോക്കിയിട്ട് ഒരു 4-5 ദിവസം കൂടുമ്പം വെള്ളം മാറ്റി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ നട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഈ കാണുന്ന എല്ലാ ചെടികളും നട്ടെടുത്തിട്ടുള്ളത്. അതിന് വ്യത്യാസമായിട്ട് വരുന്നത് ആകെ നമ്മൾ ബോട്ടിൽ വളർത്തുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ബോട്ടിൽ നമ്മൾക്ക് സ്റ്റോൺസ് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് നമുക്ക് വെള്ളം നിറച്ച് അതിനകത്തേക്ക് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പ്ലാന്റ്സ്. നമുക്ക് ഇതിനകത്ത് മണി പ്ലാന്റ് ഉണ്ട്, ലക്കി ബാമ്പു ഉണ്ട്, അതുപോലെ തന്നെ സ്പൈഡർ പ്ലാന്റ് ഉണ്ട്, CC പ്ലാന്റ് ഉണ്ട്, സാമിഫോലിയ എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ്. നമ്മൾ ജസ്റ്റ് ഷോർട്ടാക്കിയിട്ട് CC പ്ലാന്റ് എന്നാണ് എല്ലാവരും പറയുക. അതുപോലെ തന്നെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ലക്കി ബാമ്പു ഒക്കെ ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും, നേരത്തെ വീഡിയോയിൽ നമ്മൾ ലക്കി ബാമ്പു എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു സംഭവം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മണി പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന ഫെലോഡെൻഡ്രോൺ ബേൾമാക്സ് എന്ന് പറയുന്നൊരു ചെടിയുണ്ട്. ഞാൻ കൈപ്പിടിച്ചിരിക്കുന്നത് വാൻഡ്രിഞ്ചു ആണ്. വാൻഡ്രിഞ്ചു നല്ലപോലെ ട്രെയിലിംഗ് ആയിട്ട് വളരുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഇതാണ് ഫെലോഡെൻഡ്രോൺ ബേൾമാക്സ് എന്ന് പറയുന്ന പ്ലാന്റ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമ്മുടെ തോർത്ത് കൊണ്ടുണ്ടാക്കിയ ചെടിച്ചട്ടിയിലൊക്കെ വെക്കുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് CC പ്ലാന്റ്, സാമിഫോലിയ. നമ്മളിതാ ബൾബിനകത്ത് ഒരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. മണി പ്ലാന്റിൻ്റെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് വാങ്ങാൻ കിട്ടും. ഗോൾഡൻ പോത്തോസ് കിട്ടും, കോമൺ ഗ്രീൻ കിട്ടും, മാർബിക്യൂൻ അതൊക്കെ കിട്ടും. അതായത് നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ ലക്കി ബാമ്പു ഇങ്ങനെ ആക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേരൊക്കെ വന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇത് നമ്മൾ ജസ്റ്റ് ചരടി ചുറ്റി എടുത്തിരിക്കുകയാണ് കേട്ടോ, ഒരു കുപ്പിയിൽ. അതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ട് മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അത്രേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇനി ഇത് കൂടാതെ നമ്മൾ ബോട്ടിൽ ചെയ്തിരിക്കുന്നത്, നമ്മുടെ ബിയർ ബോട്ടിൽ പെയിന്റ് ചെയ്തിട്ട്, ഇപ്പോൾ സിൽവർ കളറാണ് ചെയ്തേക്കുന്നത്. ഏകദേശം ഒരു ബോട്ടിൽ സ്പ്രേ പെയിന്റ് കൊണ്ട് ഒരു 18 കുപ്പികൾക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, പെയിന്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഞാൻ ചെയ്തിരിക്കുന്നത് മണി പ്ലാന്റും ലക്കി ബാമ്പു, സിങ്കോണിയം, ഇത്ര 3 ചെടികളാണ്. സാധാരണ എല്ലാവരും പറയാറുണ്ട്, നമ്മൾ മണി പ്ലാന്റ് ഒക്കെ കുപ്പിയിൽ വെച്ച് കഴിഞ്ഞാൽ അധികം ലെങ്തിൽ വളരുന്നില്ല, അല്ലെങ്കിൽ നശിച്ചു പോകുന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല ഇവിടെ വരെ. നമ്മൾ കാണുമ്പോൾ അറിയാം, നല്ല ലെങ്തിൽ തന്നെ മണി പ്ലാന്റ്സ് വളരുന്നുണ്ട്. പക്ഷെ ലീഫ് ചെറുതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും മണ്ണിൽ വളരുന്ന അത്രയും നന്നായിട്ട് വളരത്തില്ല കുപ്പിക്കകത്ത്. മാത്രമല്ല ഇത് ഇത്രയും ലെങ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനാവശ്യത്തിനുള്ള വളങ്ങൾ ആ ഒരു കുപ്പിക്കകത്ത് കിട്ടുന്നില്ലായിരിക്കും. ഇതിൻ്റെ ലെങ്ത് കണ്ടില്ലേ, നല്ല ലെങ്തിൽ വളർന്നിട്ടുണ്ട്.
അപ്പോൾ കുപ്പിക്കകത്ത് വെച്ച മണി പ്ലാന്റിന്റെ ലെന്ത് വെക്കില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. നമ്മൾ അതിന് അത്യാവശ്യം നല്ല കണ്ടീഷനിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ പിടിച്ചോളും. അതുപോലെ ഇതാ ഇവിടെ ഒരു മണി പ്ലാന്റ് വളർന്നിട്ട് ഓവർ ലെന്ത് വെച്ചിട്ട് അത് മണ്ണിൽ വീണിട്ട് മണ്ണിൽ നിന്ന് റൂട്ട് വന്നേക്കാണ്. അപ്പോൾ നമ്മൾ അതിനെടുത്ത് ജസ്റ്റ് നേരൊക്കെ വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ക്രോട്ടൺ പ്ലാന്റിന്റെ ചെടിച്ചട്ടിയിൽ വീണിട്ട് വെയിൽ പിടിച്ചത്, അതുകൊണ്ടാണ് എടുത്ത് മാറ്റുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബിയർ ബോട്ടിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ്സ്. ഇതുകൂടാതെ നമ്മൾ ബാമ്പൂയിൽ വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് കുപ്പി മുറിച്ച് ബാമ്പൂയിൽ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സീനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് ഇതുപോലെ തന്നെ കുപ്പിക്കകത്ത് വെള്ളത്തിൽ വെച്ചിട്ടാണ്. ഡ്രസ്സീനെ വേണമെങ്കിൽ നമുക്ക് കുപ്പിക്കകത്ത് വെച്ച് വളർത്താം, പക്ഷെ കുറച്ചുകൂടി നല്ലത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് മണ്ണിൽ വെച്ച് വളർത്തുന്നതന്നെയായിരിക്കും. ഇതൊക്കെ ഞാൻ ഇതുപോലെ നമ്മളിപ്പോൾ കണ്ടില്ല സിൽവർ പെയിന്റ് വെച്ചിരിക്കുന്നത്, അതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി കളക്ട് ചെയ്തിരിക്കുന്ന കുപ്പിയാണ്. എൻ്റെ ഒരു ഫ്രണ്ടിനോട്, ഹരി എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഉണ്ട്, അവനോട് കുറച്ച് ബോട്ടിൽ വേണം എനിക്കൊരു ഗാർഡൻ ചെയ്യാനെന്ന് പറഞ്ഞപ്പോൾ അവൻ ഒപ്പിച്ച് തന്നാണ് ഇത്രയും ബോട്ടിൽസൊക്കെ. ഈ കാണുന്നത് എൻ്റെ റൂമിലേക്കുള്ള സ്റ്റെപ്സ് ആണ്. ഞാൻ അതിൻ്റെ സൈഡിൽ ഡ്രസ്സീനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബിയർ ബോട്ടിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.